ഹായ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡി പി ഐനെ കുറിച്ചാണ്. എന്താണ് ഡി പി ഐ, എത്ര വരെ മാക്സിമം ഒരു ഡിവൈസിൽ ഡി പി ഐ കൂട്ടാൻ പറ്റും, അതേപോലത്തെ ഒരു ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ തന്നെ കുറച്ച് കമൻറ്റ്സ് വരുന്നുണ്ട്, പി സി സെൻസിൻ്റെ വീഡിയോ ചെയ്യാവോ, പിന്നെ മൊബൈൽ സെൻസി തന്നെ ഓരോ ഡിവൈസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ അതിൻ്റെ സെൻസി വീഡിയോ ചെയ്യാവോ, ഇയോസ് ഐഫോണിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഐഫോണിനെ പറ്റി എനിക്കൊരു പിടിയില്ല. പിന്നെ പി സി സെൻസിൻ്റെ ആണെങ്കിൽ പി സി സെൻസി വൈപ്രക്സിൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. പിന്നെ കുറേ പേര് എന്നോട് ഫ്രണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഫ്രണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതാണ് എൻ്റെ UID. അപ്പോൾ ഈ UIDയിലേക്ക് നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻ ഗെയിം നെയിം കമൻറ്റ് ചെയ്യാം. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഗിൽഡ് റിക്രൂട്ട്മെൻറ്റിനെയും ഗിൽഡിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. പുതിയൊരു ഗിൽഡ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പേര് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, ആരും സജസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പുതിയ പേര് കണ്ടുപിടിച്ച് ഇട്ടുകണേ. 10th ഷാഡോ എന്നാണ് പേര്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതിൽ കയറേസ്. റിക്രൂട്ട്മെൻറ്റ് റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കോഡ് വേണം, പിന്നെ മൈക്കോൺ മസ്റ്റ്, ഗിൽഡിൽ ആക്റ്റീവ് ആയിരിക്കണം, പിന്നെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലും കയറണം. പിന്നെ എൻ്റെ ഡിസ്കോഡിൽ ചാറ്റ് തുടങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് താഴെ പോയാൽ കാണാം, ചാറ്റും ഉണ്ടാവും, വോയിസ് ചാറ്റും ഉണ്ടാവും, ടെക്സ്റ്റ് ചാറ്റും ഉണ്ടാവും. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ചാറ്റിൽ കയറിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ചാറ്റിലൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്തായാലും വീഡിയോയിലൊക്കെ കിടക്കണം. ആദ്യം ഞാൻ നോക്കാൻ പോണത് എൻ്റെ ഫോണിലെ ഡിഫോൾട്ട് ഡി പി ഐയിൽ എത്ര സ്ക്രീൻ റൊട്ടേഷൻ നടക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാം, ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫോൺ ഒരു 360 റൊട്ടേഷൻ, റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ് വരെ 360 റൊട്ടേഷൻ ചെയ്യാണ്. അപ്പോൾ അതിൽ എൻ്റെ ഫോണിൽ മാക്സിമം കിട്ടിയത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 4.5 ആണ്. അതേ സ്ഥാനത്ത് ഞാൻ എൻ്റെ ഫോണിൽ ഒരു 1000 ഡി പി ഐ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൽ വരുന്ന റൊട്ടേഷനും ഇതിൽ വരുന്ന റൊട്ടേഷൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കിയോ. ഇപ്പം ജസ്റ്റ് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ എനിക്ക് വെറും 4.5 റൊട്ടേഷനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ നമ്പേഴ്സൊന്നും കൊടുത്തിട്ടില്ല, നേരത്തെ ഞാൻ 1 2 3 കൊടുത്തായിരുന്നു. ഇത് ഞാൻ ടോട്ടൽ നോക്കിയപ്പോൾ 15 to 16 മാക്സ് റൊട്ടേഷൻ വരുന്നത്. കുറേ ആൾക്കാരെ വിചാരം ഡി പി ഐ കൂട്ടിക്കഴിഞ്ഞാൽ ഹെഡ് കയറല്ലോ, അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ പിന്നെ ഡി പി ഐ കൂട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഡി പി ഐ ഇങ്ങനെ കൂട്ടിയും കുറച്ചും കളിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഇവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡി പി ഐ കൂട്ടിയും കുറച്ചും കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന് തന്നെ കംപ്ലൈൻ്റ് ആണ്. ഡി പി ഐൻ്റെ ഫുൾ ഫോം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ട് പെർ ഇഞ്ച്. അതായത് അവിടെ നടക്കുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിലെ ഡോട്ട്സിൻ്റെ എണ്ണം കൂട്ടും, പിക്സൽസ് കംപ്രസ് ചെയ്യും. അപ്പം നമ്മുടെ ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി നല്ല രീതിക്ക് ഇൻക്രീസ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. ബട്ട് ആക്യുറേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ല. ആക്യുറസി കൂടാനാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡി പി ഐ വേണം. നിങ്ങൾ ചിലപ്പം ഹൈ ഡി പി ഐ യൂസ് ചെയ്തിട്ട് ഫ്രീ സ്റ്റൈൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കുന്ന പ്ലെയർ ആകാം, പിന്നെ ലോ ഡി പി ഐയിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് കളിക്കുന്ന പ്ലെയറും ആവാം. നിങ്ങളുടെ ഗെയിം പ്ലേ സ്റ്റൈൽ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സെൻസിറ്റിവിറ്റിയും ഡി പി ഐയും കാര്യങ്ങളും ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. ഓരോ ഡിവൈസിനും ഓരോ ഡി പി ആയിരിക്കും. നമുക്ക് എന്തായാലും റാം ബേസ് ചെയ്തിട്ട് ഓരോ ഡിവൈസിന് എത്രമാത്രം ഡി പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് 2GB 3GB 4GB റാം ഡിവൈസസ്. അതിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്ന മാക്സിമം ഡി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 ആണ് ഗൈസ്. 80 നമുക്ക് ഡിഫോൾട്ട് പ്ലസ് 80 ഡി പി നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ നോക്കുന്നത് 6GB റാം 8GB റാം ഉള്ള ഡിവൈസസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് 200+ ഡി പി കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റുന്നതാണ്. അഥവാ നിങ്ങളുടെ ഡിവൈസ് 8GB റാമിനേക്കാളും ഹൈ എൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400+ ഡി പി കൂട്ടാൻ പറ്റുന്നതാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഡി പി അത്ര കൂട്ടിയാൽ ഹെഡ് കയറും എന്നുള്ളൊരു സ്കീമല്ല. അതായത് നിങ്ങളുടെ ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും വരാതെ എത്ര മാക്സിമം ഡി പി വരെ കൂട്ടി വെക്കാൻ പറ്റും, അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഡി പി യൂസ് ചെയ്തിട്ട് ഈ ഫോണിന് വല്ല കംപ്ലൈൻറ്റോ തകരാറോ എന്തെങ്കിലുമൊക്കെ വരുമോ. അതിനുള്ളൊരു ഉത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരും. അതെങ്ങനെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരളവിൽ കൂടുതൽ ഡി പി കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോൺ ഹീറ്റിംഗ്, ഓവർ ഹീറ്റിംഗ്, പിന്നെ ലാഗിങ്, റീകോയിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഡി പി മാറ്റി മാറ്റി കളി, നിങ്ങളുടെ ഫോണിൻ്റെ പിക്സലിന് കംപ്ലൈൻറ്റ് വരും, ടച്ച് സ്മൂത്ത് കുറയും, ചാർജിങ് ഇഷ്യൂ വരും, ലാഗ് വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റേബിൾ ആയിട്ടുള്ള ഡി പിയിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യുക ഗൈസ്.